നമസ്കാരം. ബംഗാളിൽ നിന്നും മറ്റൊരു വേർപാട്. ബുദ്ധദേവ് ഭട്ടാചാര്യ 33-ാം വയസ്സിൽ CPM-നൊപ്പം വിജയവും ഭരണവും തുടങ്ങിയ നേതാവാണ് ബുദ്ധദേവ് ഭട്ടാചാര്യ. വളർച്ചയുടെ പടികൾ ഒന്നൊന്നായി കയറി ജ്യോതി ബസു എന്ന അതികായന്റെ പിൻഗാമിയായി ബംഗാൾ മുഖ്യമന്ത്രിയായി 2 തവണ പാർട്ടിയെ തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് നയിച്ചു. മികച്ച സംഘാടകൻ, ഭരണാധികാരി, എഴുത്തുകാരൻ, അഴിമതിക്കറ പുരളാത്ത വ്യക്തി തുടങ്ങിയ വിശേഷണങ്ങൾ പകർന്ന മികച്ച പ്രതിച്ഛായയുമായിട്ടാണ് 2000-ൽ ബുദ്ധദേവ് മുഖ്യമന്ത്രിയായത്. നോക്കണേ, അവിടുത്തെ ഒരു മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. നമ്മുടെ ഇവിടുത്തെ മുഖ്യമന്ത്രിക്കോ അത് പിന്നെ ഈ അവസരത്തിൽ പറയാതിരിക്കുക നല്ലത്. എന്നാൽ ഇടതുമുന്നണിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വവും പേറി അധികാരത്തിൽ നിന്ന് പടിയിറങ്ങേണ്ട ദുര്യോഗമാണ് അദ്ദേഹത്തെ കാത്തിരുന്നത്. 3-ാം ഊഴത്തിൽ കാത്തിരുന്നത് കടുത്ത പ്രതിസന്ധികളായിരുന്നു. വ്യവസായ നയങ്ങളാണ് ബംഗാളിലേറെ തിരിച്ചടി ഉണ്ടാക്കിയത്. സിംഗൂരിൽ ടാറ്റ മോട്ടേഴ്സിന് 1000-ഓളം ഏക്കർ നെൽകൃഷി ഭൂമി നൽകാനുള്ള നീക്കം വലിയ വിവാദമായി. 2007-ൽ വ്യവസായികൾക്ക് വേണ്ടി കൃഷിഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെ നന്ദിഗ്രാമിൽ വൻ പ്രക്ഷോഭം നടന്നു. അന്ന് പ്രതിഷേധ പ്രകടനത്തിന് നേരെ നടന്ന പോലീസ് വെടിവെപ്പിൽ 14 പേർ കൊല്ലപ്പെട്ടു. ഇതോടെ ഭരണത്തിനെതിരെ ജനവികാരം ശക്തമായി. രാഷ്ട്രീയ കാലാവസ്ഥ തൃണമൂൽ കോൺഗ്രസിന് അനുകൂലമായി വീശി. 2004-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 42 സീറ്റുകളിൽ 1 മാത്രം നേടിയിരുന്ന തൃണമൂൽ 2009-ൽ 19 സീറ്റുകൾ പിടിച്ചത് വലിയ സൂചനയായിരുന്നു. 2011-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയത്തിനൊപ്പം ബുദ്ധദേവും 9 മന്ത്രിമാരും തോറ്റു. 34 വർഷത്തെ ഇടതുപക്ഷ ഭരണം തൻ്റെ സർക്കാരിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ വിവാദം കാരണമായെന്ന് സമ്മതിച്ചെങ്കിലും നയത്തിൽ ബുദ്ധദേവ് പശ്ചാത്താപം പ്രകടിപ്പിച്ചിരുന്നില്ല. വ്യവസായ വളർച്ചയുടെ നല്ല ഫലം ജനത്തിന് മനസ്സിലായില്ലെന്നാണ് അദ്ദേഹം പരിതപിച്ചത്. രാഷ്ട്രീയക്കാരൻ എന്നതിനൊപ്പം ബുദ്ധിജീവിയും എഴുത്തുകാരനുമായിരുന്നു ബുദ്ധദേവ്. ബംഗാളി ഭാഷയിൽ ശ്രദ്ധേയമായ സാഹിത്യ പഠനങ്ങൾ നടത്തി. T.S. എലിയറ്റ്, പാബ്ലോ നെരൂദ, ഗബ്രിയേൽ ഗാർസിയ മാർക്കോസ്, മൈക്കോവ്സ്കി തുടങ്ങിയവരുടെ കൃതികൾ വിവർത്തനം ചെയ്തിട്ടുണ്ട്. ചെനൈ ഫുലാർ ബന്ധോ എന്ന കവിതാ സമാഹാരവും അതുപോലെ നാടകവും രചിച്ചിട്ടുണ്ട്. രവീന്ദ്ര സംഗീതത്തിൻ്റെ ആസ്വാദകനായിരുന്ന അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോഴും ചെറിയ ഒരു ഫ്ലാറ്റിലാണ് കഴിഞ്ഞിരുന്നത്. 2022-ലെ രാജ്യം പത്മഭൂഷൺ നൽകിയെങ്കിലും ബുദ്ധദേവ് അത് നിരസിച്ചു. 2022 എന്ന് പറയുമ്പോൾ സമീപകാലത്ത് 2ാം മോദി സർക്കാർ നൽകിയപ്പോൾ അത് നിരസിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ബംഗാളിൻ്റെ കമ്മ്യൂണിസ്റ്റ് ചരിത്രം പറയുമ്പോൾ ബുദ്ധദേവ് ഭട്ടാചാര്യയെ മാറ്റി നിർത്താൻ സാധിക്കില്ല എന്നുള്ളതാണ്. രാജ്യത്തിന് ഒരു സംസ്ഥാനത്ത് മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് ഭരണം നിൽക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ബംഗാളിൻ്റെ പഴയകാല ഓർമ്മകൾ ആരിലും ഉണ്ടാകുമെന്നുള്ളതാണ്. ബുദ്ധദേവ് ഭട്ടാചാര്യ വളരെ പ്രതിച്ഛായയുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ ലാളിത്യം, സാഹിത്യ വിവരം ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മനുഷ്യരുമായിട്ട് ഇടപഴകുന്നതിൽ അദ്ദേഹത്തിന് ഈ ദന്തഗോപുരത്തിലല്ല കഴിഞ്ഞിരുന്നത്. അവരുടെ വ്യവസായ നയമാണ് ദോഷമുണ്ടാക്കിയത്. കേരളത്തിൽ നമുക്കറിയാം എന്തായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്ത്യം സംഭവിക്കാൻ പോകുന്നതിൻ്റെ സൂചനയാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അതിലാണ് കാരണഭൂതനും അനുയായികളും ഒക്കെ തന്നെ വിറളി പൂണ്ട് നടക്കുന്നത്.